പ്രൈസലോ കേൾക്കാമല്ലോ എല്ലാവർക്കും അല്ലേ? കേൾക്കാം. ഓക്കെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമേറിയ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ബഹുമാന്യ ദൈവഭൃത്യൻ പാസ്റ്റർ മാത്യു വി ദാനിയേൽ, എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ഷിബു അങ്കിൾ, അതുപോലെ തന്നെ ഷേർലി ആന്റി, ഗ്രൂപ്പിൽ മറ്റു പലരെയും കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. നിങ്ങളുമായി ഒരുമിച്ച് ഒരു ആത്മീക കൂട്ടായ്മ കൂടുവാൻ സ്വർഗത്തിലെ സർവകൃപാലുവായ ദൈവം എന്നെ സഹായിച്ചത് ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ പേര് ജോസഫ് സാം. ഞാൻ കുമ്പനാട്, പത്തനംതിട്ട കുമ്പനാട് സ്വദേശിയാണ്. ജോലിയോടുള്ള ബന്ധത്തിൽ മലപ്പുറത്ത് കുടുംബമായി ഞാനും വൈഫും കുഞ്ഞുമായി ഇവിടെ സ്കൂളിൻ്റെ അടുത്ത് പാർക്കുകയാണ്. ഏകദേശം 1.5 വർഷത്തോളമായി ജോലിയിൽ പ്രവേശിച്ചിട്ട് ജോലിയോടൊപ്പം തന്നെ കർത്താവിന്റെ വേലയിലും അഹോരാത്രം പ്രവർത്തിക്കുവാൻ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് നമ്മുടെ ഭൂമിയിലെ തന്നെ പല സ്ഥലങ്ങളിൽ ഇരുന്ന് ആളുകൾ ദൈവത്തെ ആരാധിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. കാരണം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, വിദേശത്ത് നിന്ന് പല സ്ഥലങ്ങളിലും ഉള്ള ആളുകൾ ഇതിനകത്തുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കുന്ന നിരവധി ദൈവദാസന്മാരുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ ബിനു ജോൺ അവരുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ക്ഷണം സ്വീകരിച്ച ഞങ്ങളുടെ സഹപ്രവർത്തക ലിബി ടീച്ചർ ഇതിനകത്തുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അടൂരുള്ള സാജൻ, അനുചാൻ, എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പിന്നെയും നമുക്ക് ദൈവസന്നിധിയിൽ അല്പസമയം ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അല്പസമയ ദൈവവചന ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 16-ാമത് വാക്യം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. സ്തോത്രം. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. പിതാവേ, വായിച്ച വചനത്തെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സംസാരിപ്പാൻ അടിയനെ ബലപ്പെടുത്തണം. കേൾക്കുന്ന ജനത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ വചനം അനേകർക്ക് ആശ്വാസവും ബലവും ആയി തീരുവാൻ ദൈവവരെ സഹായിക്കണം. പ്രാർത്ഥന കടതനായ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ ദേവദാസൻ ഓർപ്പിച്ചതുപോലെ ഞാനും വളരെയധികം ചുമയുടെ അസ്വസ്ഥതയാൽ ഭാരപ്പെട്ട് ആയിരിക്കുന്നു. എനിക്ക് അലർജിയുടേതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് ഈ തണുപ്പ് സമയമാകുമ്പോൾ ചുമയുടേതായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായിട്ടുള്ള ചില പ്രയാസങ്ങളുണ്ട്. എങ്കിലും നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരാം. അവിടെ നാം വായിച്ച വചനം നാം കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാം കേട്ടിട്ടുള്ള ഭാഗം തന്നെയാണ്. പ്രിയ ദേവദാസൻ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ചില പ്രത്യേകപരമായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ്. ഇതിപ്പോൾ ഈ വർഷം അവസാനിക്കാൻ അല്പസമയം കൂടി മാത്രമേ ഉള്ളൂ. പ്രിയ ദേവദാസൻ ഓർപ്പിച്ചു, എത്രയോ പേർക്ക് ഈ അവസരം കാണുവാൻ കഴിയാതെ പലരും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും മാറ്റപ്പെട്ടു പോയി. എന്നാൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന മേഖല, ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന മേഖല, അത് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് കർത്താവ് യേശുക്രിസ്തു പറയാണ്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്തിനാണ് തിരഞ്ഞെടുത്തത്? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് നിങ്ങളെ ആക്കി വെച്ചിരിക്കുകയാണ്. സ്തോത്രം. നാം ഫലം കായ്ക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നാം ലോഗോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, ആ ഫലം കായ്ക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട വൃക്ഷത്തിൽ ഫലമില്ലാതെ വരുമ്പോൾ വെട്ടിക്കളയുവാൻ തോട്ടക്കാരൻ ആഗ്രഹിക്കുമ്പോൾ നനച്ചവൻ പറയുകയാണ്, 1 വർഷം കൂടി നിൽക്കട്ടെ, മേലിൽ ഫലം കായ്ച്ചെങ്കിലോ. സ്തോത്രം. അങ്ങനെ മേലിൽ ഫലം കായ്ക്കുമെന്ന് വിചാരിച്ച് നിർത്തപ്പെട്ടവരാണ് നാം ഓരോരുത്തരും ഈ മേഖലയിൽ.
സ്തോത്രം. നാം വിശുദ്ധ വചനം നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രത്യേകമായ സന്ദർഭങ്ങളിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒരു ജോലിക്ക് ഒരാളെ വേണമെങ്കിൽ അതിന് അതിൻ്റെതായ ക്വാളിഫിക്കേഷൻ വേണം, അതിൻ്റെതായിട്ടുള്ള യോഗ്യതകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ജോലിക്ക് ആളെ എടുക്കുകയുള്ളൂ. ഇന്റർവ്യൂ വെക്കുന്നുണ്ട്, അതിൽ നിന്ന് ഏറ്റവും സെലക്റ്റഡ് ആയിട്ടുള്ള ഏറ്റവും കാലിബർ ഉള്ള ആളുകളെ മാത്രമേ ആ ജോലിക്ക് എടുക്കുകയുള്ളൂ. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു ഇന്റർവ്യൂ വെച്ചാൽ ഒരു 10-40 പേര് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കേവലം ഒരുപക്ഷെ 1-2 പേർക്ക് മാത്രമേ ജോലി കിട്ടുന്നുള്ളൂ. ആ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ സെലക്റ്റീവാണ്. എന്നാൽ ദൈവനാമത്തിന് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ്? സ്തോത്രം. നാം പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ നിരവധി ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം ഉപയോഗിച്ച, ദൈവം സെലക്ട് ചെയ്ത, ദൈവം തന്റെ നാമത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ചില മനുഷ്യരെ കാണുവാൻ കഴിയും. അവരെല്ലാം അത്രത്തോളം വലിയ മനുഷ്യരായി തീർന്നത് ഒരു പക്ഷേ അവരുടെ കഴിവ് കൊണ്ടോ അവരുടെ വലിയ പ്രാപ്തി കൊണ്ടോ ആയിരുന്നില്ല. ദൈവം അവരെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവം നോക്കിയത് ഒന്നുകിൽ അവരുടെ മനസ്സാണ്. സ്തോത്രം. മോശയെ നമുക്ക് നോക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ കാണുവാൻ കഴിയും, ഹോരേബിന്റെ പർവ്വതത്തോളം അല്ലെങ്കിൽ ദൈവത്തിന്റെ പർവ്വതമായ സീനായിയുടെ മുകളിൽ ആടിനെ മേയിച്ചുകൊണ്ട് ഹല്ലേലൂയ അതേ മോശ കടന്നു പോകുമ്പോൾ മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവം പ്രത്യക്ഷനായിട്ട് അവനോട് പറയുക, ഞാൻ നിന്നെ തിരഞ്ഞെടുക്കാൻ പോവുക, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? എന്റെ ജനത്തിന്റെ കഷ്ടത മാറുവാൻ, എന്റെ ജനത്തിനൊരു പുറപ്പാടുണ്ട്, എന്റെ ജനത്തിന് ഇവിടുന്ന് ഒരു മുന്നേറ്റമുണ്ട്. അതിന് ഞാൻ നിന്നെ സെലക്ട് ചെയ്തിരിക്കുക, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുക, നീ പോകണമെന്ന് പറയുമ്പോൾ തിരഞ്ഞെടുപ്പിനെ മോശ ആദ്യം അത് അവഗണിക്കുക, അല്ലെങ്കിൽ അത് വേണ്ടെന്ന് പറയുകയാണ്. കാരണം എന്താ? മോശ പറയുക, അയ്യോ എനിക്ക് വാക്സാമർത്ഥ്യമില്ല, എനിക്ക് സംസാരിപ്പാൻ കഴിവില്ല, എനിക്ക് യാതൊരു വിധത്തിലുള്ള മഹിമയും പറയുവാനായിട്ടില്ല, ഞാൻ തടിച്ച നാവുള്ളവനാണ്, ഈ ജനത്തോട് സംസാരിക്കുവാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ ദൈവം മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ പോക, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു എന്ന നാമമുള്ളവൻ തന്നെ എന്നെ നിങ്ങളുടെ അടുക്കൽ അല്ലെങ്കിൽ നിന്നെ ഞാൻ അയക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ ആലോചന എന്ന് പറയുന്നത് അങ്ങനെയാണ്. ദൈവം തിരഞ്ഞെടുക്കുന്നത് ഒരുപക്ഷെ നിന്റെ കായിക ശേഷിയോ നിന്റെ സൗന്ദര്യമോ നിന്റെ അല്ലെങ്കിൽ നിന്റെ വിദ്യാഭ്യാസമോ നിന്റെ കളറോ അല്ലെങ്കിൽ നിന്റെ ജാതിയുടെ മഹത്വമോ നോക്കിയിട്ടല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത്. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ചില പ്രത്യേകമായ സന്ദർഭങ്ങളിലാണ്. ഇവിടെ മോശ അതേ ബലഹീന പാത്രമായിരുന്നുവെങ്കിലും 600,000 വരുന്ന ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് കനാൻ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ദൈവം കണ്ട മനുഷ്യനായിരുന്നു മോശ. അവൻ തടിച്ച നാവുള്ളവനായിരുന്നു, അവൻ വിക്കനായിരുന്നു. സ്തോത്രം. നാം കാണുന്ന ഒരു കാര്യമുണ്ട്, നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ കോളിംഗ് എന്താണ്, ദൈവത്തിന്റെ വിളി എന്താണ്, തിരഞ്ഞെടുപ്പ് എന്താണ് എന്നാണ് നാം ഈ നാളുകളിൽ മനസ്സിലാക്കേണ്ടി വരുന്നത്. മറ്റൊരു വ്യക്തിയെ കുറിച്ച് നോക്കിയാൽ കാണുവാൻ കഴിയും, യിഫ്താഹ് ജനത്തെ മുടിപ്പിക്കുവാൻ ശത്രു സൈന്യം ആരവമായി മുന്നോട്ട് വരുമ്പോൾ ഹല്ലേലൂയ വേശ്യാപുത്രനായ യിഫ്താഹിനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. സ്തോത്രം. വേറൊരു വ്യക്തി നോക്കിക്കേ, ഗിദയോൻ. അയ്യോ, ഈ അനർത്ഥമൊക്കെ നമുക്ക് എങ്ങനെയാ സംഭവിക്കുന്നത്? ആര് നമുക്ക് വേണ്ടി പോകുമെന്ന് ദൈവത്തോട് ആലോചന ചോദിച്ച് ഗോതമ്പ് മെതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷനായിട്ട് പറയുക, നിന്റെ ഈ ബലത്തോടെ നീ പോക, ഞാൻ നിന്നെ അയക്കാൻ പോകുകയാ, ഞാൻ നിന്നെ അയക്കാൻ പോകുകയാ. ഗിദയോൻ പറയുക, അയ്യോ എനിക്ക് പോകുവാൻ കഴിയത്തില്ല, കാരണം എന്റെ കുലം ഏറ്റവും ചെറുതാണ്, ഞാൻ ജാതിയിൽ ഏറ്റവും ചെറുതാണ്, എന്റെ കുലം ഏറ്റവും ചെറുതാണ്, എനിക്ക് പറയുവാൻ യോഗ്യതയൊന്നുമില്ല എന്ന് ദൈവസന്നിധിയിൽ ഗിദയോൻ പറയുമ്പോൾ ദൈവം നോക്കിയത് അവന്റെ ബലമാണ്, അവന്റെ ആത്മശക്തിയാണ് നോക്കിയത്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാ മെഫീബോശത്തിനെ നോക്കിക്കേ, മെഫീബോശത്തിനെ ഹല്ലേലൂയ ദാവീദ് രാജാവ് രാജകൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ 2 കാലും ഉണർന്നുള്ളവനായ മെഫീബോശത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ചത്ത നായെ പോലെ ഇരിക്കുന്ന അടിയനെ കടാക്ഷിക്കുവാൻ അടിയൻ എന്തുള്ളൂ? ഈ ലോകത്തിൽ ആർക്കും എന്നെ വേണ്ട, എന്റെ അപ്പൻ മരിച്ചുപോയി, എന്റെ അമ്മ മരിച്ചുപോയി, എന്റെ സഹോദരങ്ങളും എന്റെ ബന്ധുമിത്രാദികളെല്ലാം മരിച്ചുപോയി, എന്നാൽ ശൗലിന്റെ കുടുംബത്തിൽ ഞാൻ മാത്രം ശേഷിച്ചിരിക്കുന്നു
ഇരിക്കെ എന്നെ തിരഞ്ഞെടുക്കുവാൻ എന്താ കാര്യം? ഹല്ലേലൂയ. എന്നാൽ ദൈവം ദാവീദിലൂടെ അതേ മെഫീബോശത്തിനോട് ആലോചന പറയുക, നീ ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് ചിലത് മടക്കിത്തരാൻ പോകുകയാണ്. നിന്റെ അപ്പന്റെ നിലമൊക്കെ ഞാൻ നിനക്ക് മടക്കിത്തരാൻ പോകുകയാണ്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുക, നീ രാജകൊട്ടാരത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കും. ആ മെഫീബോശത്താണ് ദാവീദ് രാജാവ് ഹല്ലേലൂയ കാടുകളിൽ വനാന്തരങ്ങളിൽ ഭക്ഷണമില്ലാതെ അലഞ്ഞു നടത്തുമ്പോൾ കഴുതപ്പുറത്ത് തന്റെ സഹോദരങ്ങളുമായി തന്റെ കൂട്ടാളികളുമായി ദാവീദ് രാജാവിനെ പോറ്റി പുലർത്തിയ മെഫീബോശത്തിന്റെ പേരുള്ള തിരഞ്ഞെടുപ്പ് എന്തായിരുന്നു? എന്റെ ദാസനായ ദാവീദ് കാട്ടിൽ അലയുമ്പോൾ അവനെ പോറ്റി പുലർത്തുവാൻ ഞാൻ മെഫീബോശത്തെ തിരഞ്ഞെടുത്തിരിക്കുക. നീ ഒരുപക്ഷെ മുടന്തുള്ളവനായിരിക്കാം, നീ ഒരുപക്ഷെ ഹല്ലേലൂയ ഹല്ലേലൂയ തടിച്ച നാവുള്ളവനായിരിക്കാം, നിനക്ക് പറയുവാൻ വലിയ കുലമഹിമയൊന്നും കണ്ടില്ലെന്നിരിക്കാം. പക്ഷേ ദൈവം നിന്നിൽ നോക്കുന്നത് നിന്റെ മനസ്സാണ്. ഹല്ലേലൂയ. മറ്റൊരു ദൃഷ്ടാന്തം കൂടി ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. ഇതാ ഇസ്രായേലിൽ രാജാവില്ലാതെ ഇരിക്കുമ്പോൾ ശമൂവേലിനോടുള്ള ദൈവത്തിന്റെ ആലോചന എന്ന് പറയുന്നത്, നീ ഇശ്ശായിയുടെ ഭവനത്തിലേക്ക് പോക, നിന്റെ മേൽ ഹല്ലേലൂയ ഒരു അഭിഷേകം ഉണ്ടല്ലോ, അഭിഷേകത്തിന്റെ തൈലപാത്രവും എടുത്ത് നീ ഇശ്ശായിയുടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി, നീ ഇശ്ശായിയുടെ ഭവനത്തിലേക്ക് പോക, അവിടെ വെച്ച് ഞാൻ ഒരുവനെ അഭിഷേകം ചെയ്യുവാൻ ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് നോക്കിക്കേ. വലിയ പ്രവാചകനായ ശമൂവേൽ വരുമ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. ദൈവം വരുന്നത് പോലെ ശമൂവേലിനെ കാണുന്നത്. ആ ശമൂവേല് പോലും വിചാരിച്ചു ഇശ്ശായിയുടെ മൂത്ത മക്കളിൽ ആരെയെങ്കിലും ആയിരിക്കും ദൈവം തിരഞ്ഞെടുക്കുന്നത്. കാരണം അവർക്ക് ഏറെ പൊക്കമുള്ളവരാണ്, അവർ കായികാഭ്യാസികളാണ്, അവർ പട്ടാളത്തിൽ ജോലിയുള്ളവരാണ്. ഹല്ലേലൂയ. അതിൽ അവരാരെങ്കിലും ആയിരിക്കാം ദൈവം തിരഞ്ഞെടുക്കുന്നതെന്ന് സ്വയമായി ചിന്തിച്ചുകൊണ്ട് ശമൂവേൽ തൈലപാത്രവുമായി ഇശ്ശായിയുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ ഓരോരുത്തർ ഇങ്ങനെ വരികയാ. ഏലിയാബ് വന്നു, ശമ്മ വന്നു, അമീനാദാബ് വന്നു. എന്നാൽ തൈലപാത്രത്തിന് യാതൊരു വിധത്തിലുള്ള കുലുക്കവുമില്ല, അത് അനങ്ങുന്നില്ല. ദൈവം പറയുക, ശമൂവേലേ, നീ മനുഷ്യൻ നോക്കുന്നത് പോലെ നോക്കുന്നത് എന്ത്? മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുകയാ, മനുഷ്യൻ മുഖം നോക്കുകയാ, മനുഷ്യൻ ജാതി നോക്കുകയാ, മനുഷ്യൻ കുലം നോക്കുകയാ, മനുഷ്യൻ നിറം നോക്കുകയാ. എന്നാൽ യഹോവയായ ഞാൻ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ്. ഞാൻ ഹൃദയങ്ങളെ മന്ത്രിദ്രകളെയും ശോധന ചെയ്യുന്ന ദൈവമാണ്. ഞാൻ മനുഷ്യന് മുഖം നോക്കുമ്പോൾ, മനുഷ്യൻ പൊക്കം നോക്കുമ്പോൾ, മനുഷ്യൻ കുലമഹിമ നോക്കുമ്പോൾ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് ഹൃദയങ്ങളെ മന്ത്രിദ്രകളെ ശോധന ചെയ്യുന്നവനാണ്. എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ അവൻ ഈ ഭവനത്തിലില്ല. അവൻ കാട്ടിൽ ആടിനെ മേയിച്ചുകൊണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അവനെയാണ് അഭിഷേകം ചെയ്യേണ്ടത്. കണ്ടോ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, നീ കാട്ടിലാണെങ്കിലും, നീ മലമുകളിലാണെങ്കിലും, നീ ഗുഹയ്ക്കകത്താണെങ്കിലും, അഭിഷേകം നിന്റെ മേൽ വീണതാണെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ ഉള്ളതാണെങ്കിൽ, ഹല്ലേലൂയ, നീ എവിടെ പോയി ഒളിച്ചാലും, നീ പാറയുടെ ഇടുക്കിൽ പോയിരുന്നാലും, നീ ആടിനെ മേയിച്ചുകൊണ്ട് ഏത് വന അതിർത്തിക്ക് അകത്തു പോയാലും അഭിഷേകം നിന്നെ മടക്കി കൊണ്ടുവരും. അഭിഷേകത്തിന്റെ തൈലം നിന്റെ മേൽ വീഴും. പ്രൈസ് ദി ലോർഡ്. ഇത് കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് എന്താണ്? നിങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ കോളിംഗ് എന്താണ്? എന്റെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ്? ഈ വർഷം അവസാനിക്കുവാൻ ഇനി അധികം സമയമില്ലല്ലോ. കർത്താവേ, ഈ വർഷം ദൈവം എന്നെ നിർത്തി, ഈ വർഷം ദൈവം എന്നെ തിരഞ്ഞെടുത്തു, പക്ഷേ എനിക്ക് വേണ്ട പോലെ ഫലം കായ്ക്കുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ. എന്റെ വാത്സല്യമുള്ള ഹല്ലേലൂയ ഗ്രാൻഡ് ഫാദർ പാസ്റ്റർ CP ജോസഫ് കുമ്പനാട് ഒരു വലിയ പ്രവാചകനായിരുന്നു. അപ്പച്ചൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. 1959 ജനുവരി മാസം 12-ാം തീയതി കല്ലുവെട്ടുകുഴിയിൽ വെച്ച് കല്ല് ചുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ജോസഫേ എന്ന് പേര് വിളിച്ച് കല്ലുവെട്ടുകുഴിയിൽ നിന്ന് കരകയറ്റി ഹല്ലേലൂയ കല്ല് ചുമ്മിക്കൊണ്ടിരുന്ന മനുഷ്യനെ ദൈവത്തിന്റെ വചനം ചുമക്കുവാൻ തെരഞ്ഞെടുത്തപ്പോൾ ദൈവം തന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. 1972 നവംബർ മാസം 13-ാം തീയതി ദൈവം തന്നോട് പറഞ്ഞൊരു ആലോചന ഇതാണ്: നീ ഇനിയും മനുഷ്യന് ദാസനായിരിക്കേണ്ട, ഞാൻ നിന്നെ മനുഷ്യ മീനുകളെ പിടിക്കും, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന് ചില അടയാളങ്ങൾ ദൈവം നൽകി കൊടുത്തു. ഞാനിത് പറയുന്നതിനുള്ള കാരണം, ഞാനൊരു അപ്പച്ചന്റെ ജീവചരിത്ര ഗ്രന്ഥം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞു. അതിന്റെ പ്രകാശനം ഈ ജനുവരി മാസം 2-ാം തീയതി ഞങ്ങളുടെ കൺവെൻഷനോടനുബന്ധിച്ച് നടക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളെയും ഹല്ലേലൂയ ആ മീറ്റിംഗിലേക്ക് ഞാൻ ഇതിനോടൊപ്പം ക്ഷണിക്കുകയും ചെയ്യുകയാണ്. അപ്പച്ചന്റെ മേലുള്ള ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണെന്നറിയാം?
അറിയാമോ? വലിയ വിദ്യാഭ്യാസമൊന്നും പറയുവാനില്ല. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ വീട്ടിൽ വേലക്കാരനെ പോലെ, ദാസനെ പോലെ, അടിമയെ പോലെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് വിളിച്ച് കരകയറ്റി ദൈവത്തിന്റെ വചനം ചുമക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇതാണ്. നിന്റെ മുഖമോ, നിന്റെ പൊക്കമോ, നിന്റെ സൗന്ദര്യമോ, നിന്റെ നിറമോ നോക്കിയല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത്. ദൈവം ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം പറയുക, ഇതാ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്ത ഒരു വർഗം. സ്തോത്രം. അവരെ ഞാൻ എന്റെ ചിറകിന്റെ മറവിൽ, ഹല്ലേലൂയ, കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ മീതെ കാക്കുന്നത് പോലെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ അടിയിൽ കാക്കുന്നത് പോലെ ഞാൻ അവരെ വഹിച്ചു, മരുഭൂമിയിൽ വഹിച്ചു. പലപ്പോഴും മത്സരമുള്ള ജനം, ദുശാഠ്യമുള്ള ജനം, ദൈവത്തോട് മത്സരിക്കുന്ന ജനം, എന്നിട്ടും ദൈവം അവരോട് ക്ഷമിച്ചു. അവരുടെ പാപങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചു. ഹല്ലേലൂയ. ആ ജനം നോക്കിക്കേ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രാപിച്ചവരാ. എന്നാൽ ആ തെരഞ്ഞെടുപ്പ് എത്ര പേർ ഉൾക്കൊണ്ടു എന്ന് വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഭൂരിഭാഗം പേരും മരുഭൂമിയിൽ പട്ടുപോകുന്നതിനിടയായി തീർന്നു. ദൈവത്തിന്റെ വിളി എന്താണ്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്താണെന്ന് പ്രിയമുള്ളവരെ ഈ നാളുകളിൽ നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: വിളിക്കപ്പെട്ടവരോ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. സ്തോത്രം. ദൈവം തന്റെ സ്നേഹത്തിലേക്ക് എല്ലാവരെയും വിളിക്കുകയാണ്. എല്ലാവരും എന്റെ സ്നേഹത്തിലേക്ക് വരണമെന്ന് പറഞ്ഞ് ദൈവം വിളിക്കുകയാണ്. എല്ലാവരും ദൈവം കോളിംഗ് പീപ്പിൾ ആണ്. എല്ലാവരെയും ദൈവം വിളിക്കുകയാണ്. എന്നാൽ സെലക്ട് ചെയ്യുന്നത് വളരെ ചുരുക്കം ചിലരെ മാത്രമാണ്. നാം എല്ലാവരും ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. എന്നാൽ ചില പ്രത്യേകമായ പദ്ധതികൾക്ക് വേണ്ടി, ചില പ്രത്യേകമായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി എത്ര പേരെ ഹല്ലേലൂയ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളത് ഈ നാളുകളിൽ നാം ഓരോരുത്തരും നമ്മോട് തന്നെ, നമ്മുടെ ഹൃദയത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. ദൈവമേ, എന്നെ തിരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം എന്താണ്? പ്രൈസ് ദി ലോർഡ്. എന്നെ തിരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം എന്താണ്? ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഗിദെയോന്റെ ആ ഒരു സംഭവം നമുക്കറിയാം. ആ ഗിദെയോന്റെ ആ സംഭവത്തിൽ പ്രൈസ് ദി ലോർഡ് ഒരു കൂട്ടം ജനത്തെ ദൈവം മിദ്യാന്യരോട് പടവെട്ടുന്നതിന് വേണ്ടി ദൈവം സെലക്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഹല്ലേലൂയ ദൈവം പറയുകയാണ്, ഇത്രയും ജനത്തെ ആവശ്യമില്ല, ഇത്രയും പേരെ നമുക്ക് ആവശ്യമില്ല എന്ന് പറയുകയാണ്. ഇത്രയും പേരെ ആവശ്യമില്ല. എത്ര പേരാ? 32,000 പേരാണ് എന്ത് ചെയ്തത്? ദൈവസന്നിധിയിലേക്ക് ഈ യുദ്ധത്തിലേക്ക് യുദ്ധം നടത്തുവാനായിട്ട് വന്നത്. പക്ഷേ 22,000 പേർ മടങ്ങിപ്പോയി. പിന്നെയും 9,700 പേര് മടങ്ങിപ്പോയി. കേവലം എത്ര പേരെയും കൊണ്ട് ആ യുദ്ധം ജയിച്ചതെന്ന് നമുക്കറിയാം. സെലക്റ്റഡ് ആയിട്ടുള്ള വളരെ കുറച്ച് ആളുകളെ കൊണ്ട് മാത്രമാണ് ആ യുദ്ധം ജയിച്ച് മടങ്ങി വന്നത്. അതാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സെലക്റ്റഡ് ആയിട്ടുള്ള ചിലരെ മാത്രമാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. സ്തോത്രം. എല്ലാവരും വിളിക്കും, പക്ഷെ ദൈവം നോക്കുക. ദൈവത്തിന് നോക്കുന്നതിന് പല മാനദണ്ഡങ്ങളും കാണാം. നാം ഒന്നും ചിന്തിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, എനിക്ക് വിദ്യാഭ്യാസമോ വിവരമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ നാം ചിന്തിക്കുകയേ വേണ്ട. ദൈവം മുമ്പാകെ ആരാണ് തന്നെ സമർപ്പിക്കുന്നത്, അവരെയാണ് ദൈവം തന്റെ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഇവിടെ വായിച്ച വചനം ഇങ്ങനെയാണ്. ഹല്ലേലൂയ. എന്താ വായിച്ചത്? ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത് എന്തിനാണ്? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം എന്ത് ചെയ്യണം? നിലനിൽക്കേണ്ടതിന്. അപ്പോ നാം ഇതുവരെ പഴയ നിയമത്തിലെ കുറെ ആളുകളെ കുറിച്ച് പറഞ്ഞു, അല്ലെ? പഴയ നിയമത്തിലുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതെല്ലാം നമുക്കറിയാം. ഒത്തിരി പേരെ കുറിച്ച് പറയുവാനുണ്ട്, ഒത്തിരി പേരെ കുറിച്ച്. പക്ഷെ ആ അനേകം ആളുകളെ കുറിച്ചൊന്നും ഞാൻ അത് വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നേ ദൈവം തന്റെ ശിഷ്യന്മാരായ 12 പേരെ തിരഞ്ഞെടുത്തു. ആ 12 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ ഓരോരുത്തർക്കുള്ള ഡ്യൂട്ടി, അവരുടെ മേലുള്ള തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. സ്തോത്രം. വ്യത്യസ്തപരമായിട്ടുള്ള നിലകളിലാണ് ദൈവം ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നത്. പത്രോസിനെ തിരഞ്ഞെടുത്ത ആ ഉദ്ദേശമായിരുന്നില്ല യാക്കോബിനെ തിരഞ്ഞെടുത്തത്. യാക്കോബിനെ തിരഞ്ഞെടുത്ത ഉദ്ദേശമായിരുന്നില്ല യോഹന്നാനെ തിരഞ്ഞെടുത്തപ്പോൾ ഉണ്ടായത്. ഇസ്രായേൽ അല്ലെങ്കിൽ ദൈവജനത്തെ മുടിപ്പിക്കുവാൻ അധികാരപത്രവും ഏന്തി കുതിരപ്പുറത്ത് വരുന്ന ശൗലിനെ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാ? വലിയ രാജാക്കന്മാർക്ക് മുമ്പിൽ നിൽക്കുവാൻ തിരഞ്ഞെടുത്ത ഒരു പാനപാത്രമായിട്ടാണ്, അതൊരു പാത്രമായിട്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നോക്കിക്കേ, നമുക്ക് പത്രോസിനെ ഒന്ന് നോക്കാം. പത്രോസ് മുക്കുവനാണ്,
വലിയ വിദ്യാഭ്യാസം കാണത്തില്ല അല്ലെ, വലിയ മഹിമയൊന്നും പറയുവാനില്ല. മീനെ പിടിച്ചുകൊണ്ട് നടക്കുന്ന പത്രോസ്, ഒന്നും അറിയത്തില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, നിന്റെ പടക് അല്പനേരത്തേക്ക് എനിക്കൊന്ന് തരുമോ? സ്തോത്രം. നിന്റെ പടക് അല്പനേരത്തേക്ക് എനിക്കൊന്ന് തരുമോ? ഞാൻ ദൈവവചനം സംസാരിക്കാൻ പോവുകയാണ്. ഓ, പടക് കരയിൽ നിന്ന് അല്പം നീക്കി പത്രോസ് ഒന്ന് കൊടുത്തതേ ഉള്ളൂ. വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, യേശു പറയുകയാണ്, നീ ആഴത്തിലേക്ക് ഒന്ന് വലയിറക്കണം. അയ്യോ നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. പക്ഷേ എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. കണ്ടോ, പ്രൈസ് ദി ലോർഡ്. പത്രോസിന്റെ ആ ഒറ്റ വാക്കിൽ വലയിറക്കിയപ്പോൾ നാം വചനത്തിൽ വായിക്കുന്നത്, വല കീറുമാറ് അടുത്തുള്ള പടകിലെ ആളുകളെ കൂടെ വിളിക്കുന്ന രീതിയിൽ, പ്രൈസ് ദി ലോർഡ്, പത്രോസിനെ ദൈവം മാനിച്ചു. പത്രോസിനോട് പറയുകയാണ്, നീ ഇനി മുതൽ മനുഷ്യനെ പിടിക്കുന്നവനാകും. പ്രൈസ് ദി ലോർഡ്. ഈ പത്രോസിനെ കുറിച്ചൊക്കെ നാം നോക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി കാണുന്നുണ്ട്. പത്രോസ് പോകുമ്പോൾ പത്രോസിന്റെയൊക്കെ നിഴലെങ്കിലും വീണാൽ ഹല്ലേലൂയ സൗഖ്യമാകുന്നതിന് വേണ്ടി ആളുകളെ കൊണ്ട് റോഡിൽ കിടത്തിയിരുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. ആരായി പത്രോസ്? ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട പത്രോസ്. ഈ പാറയാകുന്ന ഈ പാറ പേര് ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞവൻ, പലപ്പോഴും യേശുവിനെ തള്ളിപ്പറഞ്ഞവൻ, ഞാൻ ഇവനെ അറിയുന്നില്ല എന്ന് കോഴി 3 വട്ടം കൂകും മുമ്പേ തള്ളിപ്പറഞ്ഞവൻ. പക്ഷെ തള്ളിപ്പറഞ്ഞൊന്നും കർത്താവ് നോക്കിയില്ല കേട്ടോ. ഹല്ലേലൂയ. നിന്റെ മേലൊരു തിരഞ്ഞെടുപ്പ് ഉണ്ട് എങ്കിൽ, നിന്റെ മേലൊരു കോളിംഗ് ഉണ്ട് എങ്കിൽ, നിന്റെ മേലൊരു അഭിഷേകം ഉണ്ട് എങ്കിൽ, ഹല്ലേലൂയ, എന്ത് പ്രതിസന്ധി വന്നാലും നാം ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ, എന്റെ മേലുള്ള കോളിംഗും എന്റെ മേലുള്ള തിരഞ്ഞെടുപ്പും എന്താണ്? പ്രൈസ് ദി ലോർഡ്. പത്രോസിനെ ദൈവം തിരഞ്ഞെടുത്ത് തന്റെ വേലയ്ക്കാക്കിയിരിക്കുമ്പോൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. 1-ാം നാൾ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും കൂടിയിരുന്നപ്പോൾ അവരുടെ മേൽ അഭിഷേകം, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവരുടെ മേൽ വീണപ്പോൾ 11 കൂടെ നിന്ന് പത്രോസ് സംസാരിച്ചപ്പോൾ പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ, ഇന്ന് എത്ര പ്രസംഗിച്ചാലും മാനസാന്തരമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഓർക്കണം. എന്നാൽ അന്നത്തെ പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000-ഓളം പേർ സഭയോടുകൂടി ചേർന്നു എന്ന് നാം വചനത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായ നാം ഈ നാളുകളിൽ വർഷം അവസാനിക്കുമ്പോൾ ദൈവത്തോടൊന്ന് ചോദിക്കുക, കർത്താവേ, എന്റെ മേലുള്ള തിരഞ്ഞെടുപ്പ് എന്താണ്? ഹല്ലേലൂയ. ഞാൻ ആ തിരഞ്ഞെടുപ്പ് പ്രാപിക്കാൻ യോഗ്യനാണോ? കർത്താവേ, ആ യോഗ്യത എന്നിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ദൈവത്തോട് ആലോചന ചോദിച്ച് നാം ഈ നാടുകളിൽ മുന്നേറണം. ഒരു പുതിയ വർഷം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് എങ്കിൽ, 2026 ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് എങ്കിൽ, ആ 2026 ദൈവം നമ്മെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? അത് നാം ദൈവത്തോട് ആലോചന ചോദിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ കഴിയണം. യോഹന്നാനെ നോക്കിക്കേ, പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ മാർവോട് ചാരിക്കിടന്ന യോഹന്നാന്റെ മേലുള്ള തെരഞ്ഞെടുപ്പ് എന്തെന്നറിയാമോ? ഭാവി കാലത്ത് സംഭവിപ്പാനുള്ളത് ചിലത് പത്മോസിന്റെ ഏകാന്തതയിൽ ഞാൻ നിനക്ക് കാണിച്ചു തരാൻ പോകുക. തെരഞ്ഞെടുപ്പ് നോക്കിക്കേ, ഹല്ലേലൂയ. എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞു, ആരും നിനക്ക് കൂട്ടില്ല, ആരും നിനക്ക് സഹായമില്ല. പത്മോസിന്റെ ഏകാന്തതയിൽ, ഇരുട്ടിന്റെ അന്ധതയിൽ കിടക്കുന്ന നിന്റെ മേലുള്ള ദൈവത്തിന്റെ ആലോചന എന്തെന്നറിയാമോ? ആരും കൂട്ടില്ലാതിരിക്കുമ്പോൾ, ആരും നിനക്ക് സഹായമില്ലാതെ ഇരിക്കുമ്പോൾ, നീ ഏകനായ പത്മോസിന്റെ ദ്വീപിലായിരിക്കുമ്പോൾ നിന്റെ മേൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആത്മവിവശതരായ പത്രോസ് കണ്ട ഒരു ദർശനമുണ്ട്. ഇതാ പത്രോസിനെ വിളിക്കുന്ന ഒരു ദൈവത്തെ, ഹല്ലേലൂയ, പത്രോസ് കാണുകയാ. ഹല്ലേലൂയ. ഞാൻ ഇതുവരെ കൂടെ നടന്ന യേശു ആണത്, പക്ഷേ ആ യേശുവിനെ ഇതുവരെ കണ്ട രൂപമല്ല. പ്രൈസ് ദി ലോർഡ്. ഈ യേശുവിന്റെ കൂടെ ഞാൻ വന്നിട്ടുണ്ട്, ഈ യേശുവിന്റെ കൂടെ ഞാൻ നടന്നിട്ടുണ്ട്, യേശുവിന്റെ ശുശ്രൂഷകളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കാണുന്ന യേശു എന്ന് പറയുന്നത് അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കിട്ടിയവനായി, 7 നക്ഷത്രങ്ങളുടെ നടുവിൽ ഉലാവുന്ന, 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്ന യേശുവിനെ കണ്ട പത്രോസ്. കണ്ടോ, യേശുവിന്റെ ആ വലിയ ആ ദൈവത്വപരമായിട്ടുള്ള ദർശനം പ്രാപിക്കുവാൻ, ഹല്ലേലൂയ, അതേ തെരഞ്ഞെടുക്കപ്പെട്ടവനായ യോഹന്നാൻ. പ്രൈസ് ദി ലോർഡ്. ഭാവി കാലത്ത് സംഭവിപ്പാനുള്ളത് തിരഞ്ഞെടുത്താൽ, ഭാവി കാലത്ത് സംഭവിപ്പാനുള്ളത് കാണിച്ചു കൊടുക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത അപ്പോസ്തലൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് യാക്കോബിനെ കുറിച്ചറിയാം. യാക്കോബിന്റെ മേലുള്ള ദൈവത്തിന്റെ നീതി. ഒരുപക്ഷെ അപ്പോസ്തലന്മാരിൽ ആദ്യം കൊല്ലപ്പെട്ടത് യാക്കോബായിരുന്നു. യാക്കോബിനെ വാൾ കൊണ്ട് കൊല്ലുന്നതിനിടയായി തീർന്നു. യേശു ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയാകുവാൻ
ാണ് ഒരുപക്ഷെ ദൈവം നമ്മെ വിളിച്ചതെങ്കിലും നാം അതിനുവേണ്ടി തന്നെ മുന്നോട്ട് പോകണം. ഇത് പറയുവാൻ എനിക്ക് എളുപ്പമുണ്ട്, ഇത് കേൾക്കുമ്പോൾ ആമേൻ പറയുവാനും നമുക്ക് എളുപ്പമുണ്ട്. പക്ഷെ എത്ര പേർക്ക് ഇത് പ്രാവർത്തികമാക്കുവാൻ കഴിയും? എത്രയോ പേർ നെഞ്ചും നെറ്റിയും കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ക്രിസ്തീയ മാർഗമാണിത്. എത്രയോ പേർ തങ്ങളുടെ ജീവൻ വെച്ച് കളഞ്ഞിട്ടുണ്ട്. എത്രയോ പേർ യേശുവിന്റെ നാമത്തിന് വേണ്ടി നിന്ന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്നാൽ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? എത്രയോ ദൈവമക്കൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിന്നയും കല്ലേറും അടിയും കൊള്ളുന്നു. കേരളത്തിലുള്ള ഹല്ലേലൂയ ബെന്തക്കോസ്തുകാർക്ക് ഹല്ലേലൂയ ഇങ്ങനെ യാതൊരു വിഷയവുമില്ല. എന്നാൽ നാം നോർത്ത് ഇന്ത്യയിലെ ആ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവിടെ പലപ്പോഴും ദൈവമക്കൾ ഭീഷണിയുടെ നടുവിലാണ് ദൈവത്തെ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശൗലിനെ നോക്കിക്കേ, ശൗലിന്റെ പേരുള്ള ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്തായിരുന്നു? ഞാൻ ഇന്ന് ഈ ജനത്തെ മുടിപ്പിക്കും, യേശുവിന്റെ നാമം പറയുന്നവരെ അശേഷം മുടിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഡിഗ്രിയുള്ള മനുഷ്യൻ ഹല്ലേലൂയ വലിയ ദമസ്കോസിന്റെ ഹല്ലേലൂയ ആ പടിവാതിക്കലോട് എത്തുമ്പോൾ ഹല്ലേലൂയ ഗമാലിയേലിന്റെ കീഴിലിരുന്ന ന്യായപ്രമാണം മുഴുവനും അരച്ച് കലക്കി കുടിച്ച് വലിയ വിദ്യാഭ്യാസമുള്ളവൻ, വലിയ വിദ്യാസമ്പന്നൻ, ഹല്ലേലൂയ ദൈവജനത്തെ ഞാൻ മുടിപ്പിക്കും, ഞാൻ അവരെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ അഹങ്കാരത്തിന്റെ വാക്കുകളുമായി കുതിരപ്പുറത്ത് ഗർവോടുകൂടെ അധികാര പത്രവുമേന്തി വരുമ്പോൾ ഹല്ലേലൂയ ഞാൻ നിന്നെ ഹല്ലേലൂയ അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ നമ്മെ കണ്ട ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദ് പറയുകയാണ് ഹല്ലേലൂയ ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുമില്ലാതിരുന്നപ്പോൾ, ഞാൻ നിയമിക്കപ്പെട്ട നാളുകളിൽ, ഞാൻ ഒരു മാംസപിണ്ഡമായിരുന്നപ്പോൾ എന്നെ കണ്ടു. അതാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദാവീദേ, നീ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടവനല്ല, നീ അമ്മയുടെ ഉദരത്തിൽ ഹല്ലേലൂയ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ കണ്ട ദൈവം. അതുപോലെ തന്നെ പൗലോസേ, നീ ആ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് എല്ലാരും കൊല്ലുമ്പോൾ നീ അവന്റെ വസ്ത്രം കാത്തുകൊണ്ട് മാറി നിന്നില്ലേ? നീ ഒരു പക്ഷെ നോക്കി ചിരിച്ചില്ലേ? നീ ഒരു കല്ലെങ്കിലും എറിയാൻ തുനിഞ്ഞില്ലേ? എന്നാൽ ഹല്ലേലൂയ ഞാൻ നിന്നെ ചില കാര്യങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്യാൻ പോവുകയാ കേട്ടോ. ഞാൻ നിന്നെ ചില കാര്യങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്യാൻ പോവുകയാ. നിന്റെ അഹങ്കാരമൊക്കെ ഒന്ന് മാറണം. കുതിരപ്പുറത്ത് വരുന്ന നിന്റെ അഹങ്കാരമൊക്കെ മാറണം. എനിക്ക് വലിയ അറിവുള്ളവനാണ്, ഞാൻ ഭയങ്കര ഡിഗ്രി ഉള്ളവനാണെന്നുള്ള നിന്റെ അഹംഭാവമൊക്കെ ഒന്ന് മാറണം. ഹല്ലേലൂയ. കുതിരപ്പുറത്ത് വരുന്ന പൗലോസിനെ ഹല്ലേലൂയ ദമസ്കോസ്, ഇന്നത്തെ സിറിയയുടെ തലസ്ഥാനമായ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവം പേര് ചൊല്ലി വിളിച്ച് തന്റെ നാമത്തിന് വേണ്ടി അനന്യാസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രമാകുന്നു. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുവാൻ, ഹല്ലേലൂയ വലിയ വലിയ ആളുകളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുവാൻ. അവരൊക്കെ പറയും, അയ്യോ ഈ പൗലോസ് അല്ലേ, ഈ ശൗലല്ലേ പണ്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച പൗലോസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ പൗലോസ് ഇപ്പോൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. കണ്ടോ, ഇതാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നാം എന്താണ് ഈ നാളുകളിൽ ആഗ്രഹിക്കേണ്ടത്? കർത്താവേ, എന്റെ മേലുള്ള ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്താണ്? പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണുന്നു, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയുകയില്ല. അപ്പോൾ എന്താണ്? നാം ഓരോരുത്തരും ആരാണ്? നാം ഓരോരുത്തരും ഹല്ലേലൂയ അവന്റെ ആ തോട്ടത്തിലെ മുന്തിരി വള്ളികളാണ്. പ്രൈസ് ദി ലോർഡ്. കൊമ്പുകളാണ്. അത് തോട്ടക്കാരൻ ആരാണ്? പിതാവായ ദൈവമാണ്. മുന്തിരിവള്ളി ആരാണ്? പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു. ആ കൊമ്പുകൾ ആരാണ്? നാം ഓരോരുത്തരുമാണ്. കൊമ്പിന് മുന്തിരിവള്ളിയിൽ ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയത്തുള്ളൂ. ഈ കൊമ്പ് എന്ന് പറയുന്ന നാം ഓരോരുത്തരും ഹല്ലേലൂയ കാട്ടുമുന്തിരിയോടാണ് ചേർന്ന് നിൽക്കുന്നെങ്കിൽ കാട്ടുമുന്തിരിയുടെ ഫലം നാം ഹല്ലേലൂയ പുറപ്പെടുവിക്കുന്നതിനിടയായി തീരും. എന്നാൽ നല്ല മുന്തിരിവള്ളിയാകുന്ന യേശുവിനോട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ആ ഫലം നമ്മിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ കഴിയുകയുള്ളൂ. എവിടെയാണ് ഫലം പുറപ്പെടുവിക്കുന്നത്? വള്ളിയിലാണോ? അല്ല, കൊമ്പിന്റെ അഗ്രഭാഗങ്ങളിലാണ്. അതായത് നമ്മളിൽ ഓരോരുത്തരിലാണ് ഫലം പുറപ്പെടുവിക്കേണ്ടത്. എങ്ങനെയുള്ള ഫലമാണ് പുറപ്പെടുവിക്കേണ്ടത്? നിരവധി ഫലങ്ങളുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ കാണുന്ന ആത്മാവിന്റെ ഫലങ്ങൾ, 9 വിധ ഫലങ്ങൾ നമ്മിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടവരാണ്. നാം അതിൽ എത്ര എണ്ണം പുറപ്പെടുവിക്കുന്നുണ്ട്? നാം നമ്മെ തന്നെ ഒന്ന് നോക്കിയാൽ, നമുക്ക് ശോധന ചെയ്താൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവമക്കൾക്കിടയിൽ സ്നേഹം, ആത്മാവിന്റെ ഫലങ്ങളിൽ ഏറ്റവും ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് സ്നേഹമാണ്. എന്നാൽ ആ സ്നേഹം എന്ന ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. സന്തോഷം, അതൊരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കാണും. ദൈവമക്കൾക്കുള്ള ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് സന്തോഷമാണ്. ഒന്നുമില്ലെങ്കിലും ദൈവത്തിന്റെ മുമ്പാക്കുള്ള പ്രത്യാശ എന്ന് പറയുന്നത് അതൊരു വലിയ സന്തോഷം തന്നെ. കൂടുതൽ വന്നാൽ മരിച്ചു പോകുമെന്നല്ലേ ഉള്ളൂ. മരിച്ചാലും ഹല്ലേലൂയ
ഹല്ലേലൂയ, എന്റെ ആത്മാവ് അത് നിത്യമായി കർത്താവിനോടുകൂടി ആയിരിക്കുമെന്നുള്ള പ്രത്യാശയുള്ളത് കൊണ്ടാണ് പ്രൈസ് ദി ലോർഡ് നാം എല്ലാം മരണത്തിന്റെ അപ്പുറവും ഒരു ദുഃഖമുണ്ടെങ്കിലും നാം എല്ലാം പ്രത്യാശിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ വല്യപ്പച്ചൻ മരിക്കുന്നത് 2021 ജൂൺ മാസം 9-ാം തീയതിയാണ്. എന്നാൽ മരിക്കുന്നതിന് 2 മാസം മുമ്പ് ഏപ്രിൽ മാസം 8-ാം തീയതി തന്റെ മരുമക്കളെ വിളിച്ചിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ എൻ്റെ അപ്പച്ചന്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. സ്തോത്രം. ഞാൻ എൻ്റെ അപ്പച്ചന്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യണം. ചില കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു. മരിക്കുന്നതിന് മുമ്പ് അടക്ക ശുശ്രൂഷ ഇന്ന രീതിയിൽ ചെയ്യണം, പാട്ടുപാടേണ്ട രീതി, ധരിക്കേണ്ട വസ്ത്രം, വെള്ള വസ്ത്രം ധരിക്കണം, പുറത്തുനിന്ന് ഗായക സംഘത്തെ വിളിക്കേണ്ട, കൊച്ചുമക്കൾ എല്ലാവരും നിന്ന് പാടിയാൽ മതി, എന്റെ കുഞ്ഞിനെ കാണാം. അതായത് എനിക്ക് എന്റെ കുഞ്ഞിന് അന്ന് ഏകദേശം 1.5 മാസം പ്രായമേ ഉള്ളൂ. എന്റെ കുഞ്ഞിനെ കാണണം. ഹല്ലേലൂയ. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. കണ്ടോ, ഭക്തന്മാരുടെ മരണം എന്ന് പറയുന്നത് ഹല്ലേലൂയ മരിക്കുന്നതിനും ആ പറഞ്ഞതിന് 2 മാസം കഴിഞ്ഞിട്ടാണ് അപ്പച്ചൻ മരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ. പലപ്പോഴും നമ്മളിൽ ഇല്ലാത്തൊരു കാര്യമാണ് ദീർഘക്ഷമ എന്ന് പറയുന്നത്. നമുക്ക് ക്ഷമിക്കാൻ 1-2 തവണ പോലും നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. ഇന്ന് പെന്തക്കോസ്ത് ഗോളത്തിൽ നടക്കുന്ന ബഹളവും അടിപിടിയും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നമുക്കെല്ലാം കാണുവാൻ കഴിയുന്നുണ്ടല്ലോ. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, വലിയ വലിയ അധികാരങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്. ക്ഷമിക്കുവാൻ ആർക്കും കഴിയുന്നില്ല. ഒന്ന് പറഞ്ഞാൽ തിരിച്ചൊന്ന് പറഞ്ഞില്ലെങ്കിൽ സമാധാനമില്ലാത്ത ഒരവസ്ഥ. പ്രൈസ് ദി ലോർഡ്. ദീർഘക്ഷമയുള്ളവരായിരിക്കണം. ദയ, പരോപകാരം, ഹല്ലേലൂയ. അതുപോലെ തന്നെ വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ഒരു ദൈവ പൈതലിൽ നിന്ന് നാം ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ ഹല്ലേലൂയ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൽ എത്ര ഫലം എന്നിൽ നിന്ന് പുറപ്പെടുവിക്കുന്നുണ്ട്? സ്തോത്രം. ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിർത്തിയിരിക്കുമ്പോൾ ഇതിൽ എത്ര ഫലങ്ങൾ, ഹല്ലേലൂയ. ദൈവം പറഞ്ഞിരിക്കുക, നിങ്ങൾ ഫലം വരേണ്ടതിനും ആ ഫലം നിലനിൽക്കേണ്ടതിനുമാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷേ എത്ര ഫലം നാം പുറപ്പെടുവിക്കുന്നുണ്ട്? എന്നാൽ ഇനി അടുത്ത നോക്കിക്കേ, ജഡത്തിന്റെ ഫലങ്ങൾ. ജഡത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയുണ്ട്? ആ ഫലങ്ങളിൽ മിക്കതും നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന. ഈ വിഗ്രഹാരാധന എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കിയിട്ട് അതിനു മുമ്പിൽ ആരാധിക്കുന്ന ആരാധന മാത്രമല്ല. നമ്മുടെ ദൈവത്തെക്കാൾ ഉപരി നാം ഏതെങ്കിലും ഒരു കാര്യത്തിന് മുൻതൂക്കം കൊടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വിഗ്രഹം തന്നെയാ, അല്ലെ? ഈ വിഗ്രഹാരാധന പറയുമ്പോൾ വിഗ്രഹത്തിന് മുമ്പിൽ പോയി വണങ്ങുന്ന കാര്യമായിട്ട് മാത്രം നാം ചിന്തിക്കരുത്. വിഗ്രഹാരാധന, ആഭിചാരം, പക, അതിഷ്ടം പോലെ ഉണ്ടല്ലോ. നമ്മുടെ ഇടയിൽ അത് മാത്രമേ ഉള്ളൂ. പക, പ്രൈസ് ദി ലോർഡ്. പിണക്കം, എത്രയോ പിണങ്ങിയിരിക്കുന്ന ദൈവമക്കളുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യമുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്, അല്ലേ? ദ്വന്ദ്പക്ഷം ഇല്ലേ? ദ്വന്ദ്പക്ഷം ഇല്ലേ? പക്ഷം പിടിക്കുന്ന ഏർപ്പാട് നമ്മുടെ ഇടയിൽ ഇല്ലേ? ഉണ്ട്. ഈ ദൈവമക്കളെ, ഇതെല്ലാം ഞാൻ ഉൾപ്പെടെ നിൽക്കുന്ന നമ്മുടെ ക്രിസ്തീയ ഗോളത്തിലുള്ളതാ. ഇതാണ് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കേണ്ടതിന് പകരം നമ്മെ ഹല്ലേലൂയ നല്ല മുന്തിരിവള്ളിയാകുന്ന യേശുവിനോട് ചേർത്ത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നാം എല്ലാം കാട്ടുമുന്തിരിയുടെ ഫലം അനുഭവിച്ചവരാ. പഴയ നിയമ ഇസ്രായേലിനോട് സംബന്ധമില്ലാത്തവരാ. അതുകൊണ്ട് കാട്ടുമുന്തിരിങ്ങയായ നമ്മെ ഇങ്ങോട്ട് ചേർത്ത് ബഡ് ചെയ്ത് ഒട്ടിച്ചു വെച്ച് നല്ല ഫലം പുറപ്പെടുവിക്കേണ്ടതിന് വേണ്ടി ആക്കി വെച്ചിരിക്കുക. പക്ഷെ നമ്മളിൽ നിന്ന് പുറപ്പെടുന്നത് ഇങ്ങനെയുള്ള ജഡത്തിന്റെ ഫലങ്ങളാ. ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നമ്മിൽ നിന്ന് നല്ല ഫലങ്ങളെ പുറപ്പെടുന്നവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എഫെസ്യ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, അല്ലെങ്കിൽ അതിന് 5-ാം അധ്യായം അതിന്റെ 10-ാമത് വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞ് യേശു തന്നെ പറഞ്ഞു, നിങ്ങളും, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, നിങ്ങളും ലോകത്തിന്റെ വെളിച്ചമാണ്. അങ്ങനെ ലോകത്തിന്റെ വെളിച്ചമാണ് എങ്കിൽ ആ വെളിച്ചത്തിന്റെ ഫലം നാം പുറപ്പെടുവിക്കണം. സൽഗുണം, നീതി, സത്യം. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് ആത്മാവിന്റെ ഫലങ്ങളെല്ലാം ആ 3 ഒറ്റ ഘടകങ്ങൾ അടങ്ങിയിരിക്കുക. നമ്മൾ ഒന്ന് ശരിക്ക് ഇരുത്തി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ 3 ഫലങ്ങളിൽ ഇതെല്ലാം ഒരുമിച്ച് നിൽക്കുക. ഈ ആത്മാവിന്റെ 7 ഫലങ്ങളും ഇതിന്റെ അകത്ത് ഉൾച്ചേർന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദേവദാസൻ ഈ സങ്കീർത്തന പ്രബോധനത്തിൽ ഒരു കാര്യം പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം ആസ്പദമാക്കിയാണ് അദ്ദേഹം പറഞ്ഞത്, ഈ ഫലം നട്ടവൻ, അതായത് വെള്ളം ഒഴിച്ചവൻ,
അത് നോക്കി നിൽക്കുക എപ്പോഴാണ് ഫലം കായ്ക്കേണ്ടത്, എപ്പോഴാണ് ഫലം കായ്ക്കേണ്ടത് നോക്കി നിൽക്കുക. പക്ഷെ ഫലം കായ്ക്കുന്നില്ല. എത്ര നാളുകളായി നമ്മെ ഈ മേഖലയിൽ നട്ടിട്ട് ഏത് ഫലമാ നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കുന്നത്? പലപ്പോഴും ഫലം പുറപ്പെടുവിക്കാൻ കഴിയാത്ത സാഹചര്യമല്ലേ നമ്മുടെ മുമ്പിലുള്ളത്. എന്നാൽ അങ്ങനെയല്ല പ്രിയമുള്ളവരെ. പ്രൈസ് ദി ലോർഡ്. ദൈവം നോക്കുമ്പോൾ പിതാവ് പറയുകയാണ്, ഇനിയും ഫലം ഒന്നും കായ്ക്കത്തില്ല, നമുക്ക് വേണമെങ്കിൽ വെട്ടിക്കളഞ്ഞേക്കാം. ഇതെന്തിനാണ് വെറുതെ നിലത്തെ നിഷ്ഫലമാക്കുന്നത്? എന്ത് വെറുതെ വെള്ളവും വളവും വലിച്ചു കയറ്റി ഒരു ഫലവും ഇല്ലാതെ നിൽക്കുന്ന ഈ വൃക്ഷത്തെ വെട്ടിക്കളയാമെന്ന് പറയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുക. ഹല്ലേലൂയ. എപ്പോഴാ വെട്ടുന്നതെന്ന് പറയത്തില്ല. പക്ഷേ നമുക്ക് വേണ്ടി ജീവൻ തന്നവനും നമുക്ക് വേണ്ടി രക്തം തന്നവനും ഈ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ നമുക്ക് വേണ്ടി 2 കൈയും വിരിച്ചുകൊണ്ട്, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി അവസാനത്തെ തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഒഴുക്കി തന്ന ഒരുവൻ മധ്യസ്ഥനായി നിന്നുകൊണ്ട് പറയുകയാണ്, വേണ്ട, 1 വർഷം കൂടി നിൽക്കട്ടെ, 1 വർഷം കൂടി നിൽക്കട്ടെ, മേലിൽ ഫലം കായ്ച്ചെങ്കിലോ. ഹല്ലേലൂയ. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന ഞാൻ പറയുന്നത്. എനിക്ക് ഫലമൊന്നും വലുതായിട്ട് കായ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചനയാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, അടുത്ത വർഷമെങ്കിലും, ഹല്ലേലൂയ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഉള്ള നല്ല ഫലത്തിന്റെ ഉടമയായി തീരുവാൻ കർത്താവേ എന്നെ സഹായിക്കണമേ. ആരാ മധ്യസ്ഥ നിൽക്കുന്നത് അറിയാമോ? വേറെ മധ്യസ്ഥരാരും നമുക്കില്ല. വിശുദ്ധന്മാരോ മറിയാമോ ആരും നമുക്ക്, ഹല്ലേലൂയ, മധ്യസ്ഥരില്ല. ഏക മധ്യസ്ഥനായ യേശു ക്രിസ്തു നിന്നുകൊണ്ട് പറയുകയാ, അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ, മേലിൽ കായ്ക്കും, മേലിൽ കായ്ക്കും, അടുത്ത വർഷം കായ്ക്കും, അല്ലെങ്കിൽ അതിന്റെ അടുത്ത വർഷം കായ്ക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിർത്തിയിരിക്കുക കേട്ടോ. അതുകൊണ്ട് ഈ നാളുകളിൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചുകൊണ്ട്, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. അങ്ങനെ യോഗ്യമായ ഫലം കായ്ച്ചുകൊണ്ട് ഈ നാളുകളിൽ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അതെ, ഒരു വാക്യം മാത്രം കൂടി വായിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ്, ഹല്ലേലൂയ, തിമോഥെയോസിന്റെ ലേഖനത്തിൽ ഒരു ഭാഗം ഇങ്ങനെ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 തിമോഥെയോസിന്റെ ലേഖനം, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ. കണ്ടോ, പൗലോസ് പറയുക. പ്രൈസ് ദി ലോർഡ്. തെരഞ്ഞെടുത്ത പൗലോസിനറിയാം, 3-ാം സ്വർഗത്തോളം വരെ എടുക്കപ്പെട്ട പൗലോസിനറിയാം. ഹല്ലേലൂയ. ഇതൊക്കെയും സഹിക്കുന്നതിന് പിമ്പിൽ ഒരു കാര്യമുണ്ട്. എനിക്കിതൊന്നും സഹിക്കേണ്ട കാര്യമില്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ വേറെ തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്കിതൊന്നും സഹിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് അറിയാമോ, എനിക്ക് വലിയ വിദ്യാഭ്യാസവും സമ്പന്നനും ഒക്കെയാണ് ഞാൻ. പക്ഷെ അത് നിമിത്തം തന്നെ ഇതൊക്കെയും സഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പിമ്പിൽ കുറെ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട് ദർശനം ലഭിച്ച പൗലോസിനറിയാം, ഞാൻ സഹിക്കുന്നതിന്റെ പിമ്പിലുള്ള കാര്യം എനിക്കറിയാം. കാരണം എന്തെന്നറിയാമോ, എങ്കിൽ ഞാൻ ലജ്ജിക്കുന്നില്ല. സുവിശേഷം നിമിത്തം ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനോ, ചാട്ടവാറ് കൊണ്ട് അടിയേറ്റവനോ, ആടുകളിൽ നിന്ന് നിന്ദാവാക്കുകൾ ഏൽക്കുകയോ ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾ തിരിച്ചു മറുപടി ഒന്നും പറയാൻ നിൽക്കരുത്. അല്ലെ, ഇന്നത്തെ ആളുകൾ നമ്മൾ തിരിച്ച് കേസ് കൊടുക്കാനും അതിനും ഇതിനൊക്കെ പോകാറുണ്ട്. അല്ലെ, എല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രമേ നമ്മെ കൊണ്ട് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. എങ്കിലും ഞാൻ ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. നാം ആരുടെ പിന്നാലെയാണ് പോകുന്നത്? നമ്മുടെ പേരെന്താണ്? ക്രിസ്ത്യാനികൾ എന്ന പേരുള്ളവർ, ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവർ. ഹല്ലേലൂയ. അതുകൊണ്ട് നാം വിശ്വസിച്ചിരിക്കുന്ന കർത്താവ്, അവൻ എന്റെ ഉപനിധി. ഹീസ് ഏബിൾ എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. ഹീസ് ഏബിൾ. അവൻ എല്ലാത്തിനും മതിയായവനാ. ഏത് പ്രശ്നം വരട്ടെ, ഏതു പ്രശ്നത്തിനും മതിയായ ഒരുവനെയാണ് ഞാൻ പിൻപറ്റുന്നത്. പൗലോസ് പറയുക, അതുകൊണ്ട് ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ. ആ ദൈവം മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. എല്ലാവരും ഒരു നിമിഷം തലകളെ വണക്കിക്കാട്ടെ. നമുക്ക് കേട്ട വചനത്തിന് മുമ്പാകെ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് എന്നോട് സംസാരിച്ച ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ഹല്ലേലൂയ ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ അല്പസമയം സ്തോത്രത്തിൽ ജാഗരിച്ചാട്ടെ. ഈ വർഷാവസാനം ഇങ്ങനെ ഒരു സൂം മീറ്റിംഗ് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് നൽകി തന്നുവല്ലോ. കർത്താവെ, ഈ വർഷം അവസാനിക്കാറായല്ലോ. കർത്താവെ, എന്റെ മേലുള്ള കോളിംഗ് എന്താണ്? എന്റെ മേലുള്ള തിരഞ്ഞെടുപ്പ് എന്താണ്? എനിക്ക് ആകുന്നത് പോലെ ഫലം കായ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ല കർത്താവെ. എന്നാൽ എന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ. ഞാൻ ആകേണ്ട വിധത്തിൽ ആകുവാൻ കഴിഞ്ഞിട്ടില്ല പിതാവേ. ഇനിയും എനിക്ക് മുന്നേറുവാനായിട്ടുണ്ട്
കർത്താവേ. ഇനിയും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട് കർത്താവേ. എനിക്ക് ആയുസ്സും ആരോഗ്യവും ദൈവം നീട്ടി തരുന്നു എങ്കിൽ എന്റെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി അതെ ഹല്ലേലൂയ, അതെ നെറ്റിയും ചങ്കും കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ നെഞ്ചും കൊടുത്തുകൊണ്ട് എന്റെ ദൈവത്തിനു വേണ്ടി ധീര പടയാളിയായി കർത്താവെ നിൽക്കുവാൻ ഉള്ള കൃപ എന്റെ മേൽ നൽകി തരണമേ. ആ മോശയെ വിളിച്ചതുപോലെ, ഹല്ലേലൂയ ഇബ്താഹിനെ വിളിച്ചതുപോലെ, ആ പത്രോസിനെ വിളിച്ചതുപോലെ, ആ ഗിദെയോനെ വിളിച്ചതുപോലെ, ആ മെഫീബോശത്തിനെ വിളിച്ചതുപോലെ നിന്റെ കുറവുകളെല്ലാം മാറ്റിവെക്ക്, നിന്റെ ഉപാധികളെല്ലാം മാറ്റിവെക്ക്, നിന്റെ മുടന്ത ന്യായങ്ങളെല്ലാം മാറ്റിവെക്ക്. നമ്മുടെ എല്ലാ മുടന്തകളും നമ്മുടെ എല്ലാ ഒഴിവുകഴിവുകളും മാറ്റിവെച്ചുകൊണ്ട് കർത്താവെ ഞാനിതാ നിന്റെ അടുക്കലേക്ക് വരുന്നു. ശമൂവേലിനെ വിളിച്ചപ്പോൾ അടിയൻ ഇതാ എന്ന് പറഞ്ഞതുപോലെ, അടിയൻ ഇതാ എന്ന് പറഞ്ഞതുപോലെ കർത്താവെ നാളുകളിൽ ഞങ്ങൾ നിന്റെ അടുക്കലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ മേലുള്ള കോളിങ്ങിനായി സ്തോത്രം. ഹല്ലേലൂയ. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, നല്ല കർത്താവേ, നല്ല സമയത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അവിചാരിതമായിട്ടാണെങ്കിലും ഈ ഗ്രൂപ്പിൽ ഗതസമന ചർച്ചിനോടുള്ള ആഭിമുഖ്യത്തിൽ പ്രിയ ദൈവദാസനോട് ദൈവമക്കളോടും വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് അല്പസമയം ദൈവവചനം ഷെയർ ചെയ്യുവാൻ ലഭിച്ച അവസരത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കൂടപ്പെട്ടിരിക്കുന്ന സകലരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേട്ട വചനം ആർക്കും ശിക്ഷാവിധിക്ക് കാരണമായി തീരുവാൻ ഇടയാകാതെ വണ്ണം കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തെ ഒന്നുകൂടി മാനസാന്തരപ്പെടുത്തിക്കൊണ്ട് ഈ 2025 അവസാനിക്കാറാകുമ്പോൾ 2026 ദൈവം ഞങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട് എങ്കിൽ ആ 2026 ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ വീറോടെ, ഹല്ലേലൂയ ഉശിരോടെ നിന്ന്, ഹല്ലേലൂയ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി, ഹല്ലേലൂയ ദൈവത്തിന്റെ ഫലം കായ്ക്കുവാൻ ഇന്ന് കേൾപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്ന നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന്. പലപ്പോഴും ഫലങ്ങൾ നിലനിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് പിതാവേ. ആ ഫലങ്ങൾ പലപ്പോഴും പുറപ്പെടുവിക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് പിതാവേ. ആ അവസ്ഥകളെല്ലാം മാറ്റി കർത്താവെ നിന്റെ നാമത്തിന്റെ അടുക്കിലേക്ക്, നിന്റെ നാമത്തിലേക്ക് ഞങ്ങൾ വരികയാണ്. ഞങ്ങളെ നിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുകയാണ്. സമസ്ത കാര്യങ്ങൾ ഞങ്ങൾ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന യാചന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എനിക്ക് സമയം ഒരുക്കി തന്ന ഈ ഗതസമന ചർച്ചിന്റെ എല്ലാ ഗ്രൂപ്പിലെ അംഗങ്ങളോടും വിശേഷാൽ ഇതിനെ ലീഡ് ചെയ്ത പ്രിയ ദൈവഭൃത്യൻ പാസ്റ്റർ മാത്യു വി ദാനിയലിനോടും അതുപോലെ തന്നെ എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ഷിബുവങ്കിള്, ഷേർലി ആന്റി, അതുപോലെ തന്നെ ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ മലപ്പുറത്തായിരിക്കുന്ന മേഖലകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇവിടുത്തെ സ്ഥിതിവിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ നാട്ടിൽ ഞാൻ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനിയായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഏരിയയിൽ. അപ്പൊ പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ ആ ടീച്ചർ ലിങ്കിൽ നിന്ന് പോയോന്ന് എനിക്കറിയില്ല, ലിബി ടീച്ചർ. ഞാനും ടീച്ചർ മാത്രമേ ഉള്ളൂ ബെന്തക്കോസ്റ്റ് വിശ്വാസത്തിലുള്ളത്. ഞങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. അതൊന്നും ഒരു പക്ഷേ ഇവിടെയുള്ള ആളുകൾക്കൊന്നും മനസ്സിലാകാറില്ല. പലപ്പോഴും പല കാര്യത്തിൽ നിന്നൊക്കെ ഞങ്ങൾ മാറി നിൽക്കുമ്പോൾ ഇതെന്താണ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. എങ്കിലും ദൈവമക്കൾ ഇവിടെയുള്ള വേലകളെ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. മാറാവുന്ന ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ദൈവദാസനെ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കടന്നു ദൈവത്തിന്റെ മാറ്റമില്ലാത്ത